ഇന്ന് നമ്മൾ വാഹനത്തെ സംബന്ധിച്ച മൂന്നാമത്തെ വ്ളോഗാണ്. ഈ വ്ളോഗിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ക്ലീനിങ് എത്രത്തോളം നല്ലതാവണം, ഇല്ലെങ്കിൽ അതിനെങ്ങനെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇതാണ് എൻ്റെ വണ്ടിയുടെ 4 സിലിണ്ടർ വണ്ടിയിലെ ഫ്യുവൽ ഇഞ്ചക്ടേഴ്സാണ്. ഫ്യുവൽ ഇഞ്ചക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡാണ്. സോളിനോയിഡിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു പ്ലഞ്ചറാണ്. അതിങ്ങനെ മൂവ് ചെയ്താണ് നമ്മുടെ ഫ്യുവൽ വരുന്നത്. ഇത് നോക്കി അറിയാം, ഇതിൻ്റെ അകത്ത് മൊത്തം പെട്രോളിൻ്റെ അംശങ്ങൾ, അതായത് ഇമ്പ്യൂരിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഈ എയർ വലിക്കുന്ന ഹോസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അൾട്രാസോണിക് എഫക്റ്റ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. രാവിലെ നമ്മൾ റീലിട്ടിരുന്നു. അങ്ങനെ ഇത് ഫുൾ നമ്മൾ അത് ക്ലീൻ ചെയ്തു. ഓൾറെഡി ക്ലീൻ ചെയ്ത് ഇത് കണ്ടോ, കാണാം. അൾട്രാസോണിക് സൊല്യൂഷനിലിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അൾട്രാസോണിക് കെമിക്കൽസും കാര്യങ്ങളും അതിൻ്റെ ഒരു മെത്തേഡുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇതെല്ലാം അതിൻ്റെ അകത്ത് കിടന്ന് ഇമ്പ്യൂരിറ്റീസാണ്, അതായത് പൊടികളാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്പെയർ ഉണ്ടായിരുന്നു. ആ സ്പെയർ നമ്മൾ ക്ലീൻ ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വണ്ടിയിൽ കടന്നതാണ്, അത് നമ്മൾ ഉപയോഗിച്ചില്ല, കാരണം കുറച്ച് ബ്ലോക്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇരുന്ന സ്പെയറാണ് നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡർ ലൈനിലുള്ള ആ ഹെഡർ ലൈനും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ചെല്ലാം ഉണക്കിയിട്ടാണ് നമ്മളിത് സംഭവം തിരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്തെ ആ എയർ വരുന്നതിൻ്റെ അവിടുത്തെ ഒരു ലീക്ക് മീൻസ് ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു റബ്ബറിൻ്റെ ആ ഒരു ഇത്. അപ്പം ഇതാണ് ഹെഡറിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. 4 ഫ്യൂൽ ഇഞ്ചക്ടേഴ്സും നമ്മൾ ഇത് ചെയ്തു. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ പെട്രോൾ നമ്മുടെ പമ്പിൻ്റെ അവിടെ വരുന്നൊരു ഫിൽറ്ററും കൂടി ഉണ്ട്. അതും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അഴിച്ചു നോക്കണം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് അതിൻ്റെ അവസ്ഥ. അതിനുള്ളിലും ഒരു ചെറിയൊരു എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫിൽറ്ററുണ്ട്. അപ്പം ഇത് നമ്മൾ അഴിച്ചിട്ട് പെട്രോൾ ഊറ്റിക്കളയുമ്പോൾ അതിനുള്ളിൽ പൊടികളും കാര്യങ്ങളും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് പോയതാണ്, അത് മാറ്റണം. പിന്നെ ഈ കിടന്ന് കുലുക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കരടും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. ഇത് നമ്മൾ പെട്രോൾ ഒഴിച്ച് നോക്കി, പക്ഷേ പ്യുവറാണ്, കുഴപ്പമൊന്നുമില്ല. സോ അത് നല്ലതാണ്. കാരണം അത് ഞാൻ ഒരു വർഷമേ ആയുള്ളൂ അത് മാറ്റിയിട്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓസ് വെച്ചു, ആ എയർലൈൻ്റെ ആ ഓസ് പൊട്ടിയത് അത് വെച്ചു, ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എല്ലാം തന്നെ വെച്ചു. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരു RPM ഹൈ എടുക്കുമ്പോൾ ഇടയ്ക്ക് എന്തൊക്കെ ഒരു മിസ്സിങ്. അപ്പോൾ നമ്മൾ ഓർത്തു, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും മാറി, അപ്പോൾ എന്തായാലും സ്പാർക്ക് പ്ലഗ് കൂടെ മാറാം എന്ന് വിചാരിച്ചു. സ്പാർക്ക് പ്ലഗിന് കുഴപ്പമുണ്ടായിട്ടില്ല, എങ്കിലും ഒരു ചെറിയൊരു മിസ്സിങ്, എനിക്കതൊരു തൃപ്തിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ NGKയുടെ പുതിയ പ്ലഗ് നമ്മൾ പോയി വാങ്ങി. പ്ലഗ് ഊരിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കണക്ടറിൻ്റെ അവിടെ ഒരു ഇത് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വയറും നമ്മൾ മാറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വയറിനും അതേപോലെ തന്നെ കണക്ടേഴ്സിനും ഇതിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പഴയ വയറുണ്ടായിരുന്നു, അപ്പം ഇഗ്നേറ്ററിൻ്റെ ആ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റി. പ്ലഗ് 4 എണ്ണം പുതിയതിട്ടു. അതിപ്പം ഒരെണ്ണം പോയ ആ വയറ് വിട്ടു. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു മിസ്സിങ്ങും ഇല്ലാതെ വണ്ടി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മിസ്സിങ്ങും ഇല്ല, അടിപൊളിയായിട്ട് സ്മൂത്തായി. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. പഴയ ഇഞ്ചക്ടർ, നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഈ മെത്തേഡിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് കണ്ടു.